നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ ഓപ്പൺ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എക്കണോമിക്സ് റിലേറ്റഡ് ഉള്ള ആർട്ടിക്കിൾ ആണ്. ഷോർട്ട് സെല്ലിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിൽ നിയമപരമായിട്ട് നമ്മൾ അലൗഡ് ആക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഒരു ആർട്ടിക്കിളിനകത്ത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒരു അപ്ഡേഷൻസ് ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചെറിയൊരു മാറ്റം ഈ പറഞ്ഞ പോലെ സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു ന്യൂസ് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്താണ് ഷോർട്ട് സെല്ലിംഗ് ഇൻ ഇന്ത്യ എന്നുള്ള തുടങ്ങിയ കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഷോർട്ട് സെല്ലിംഗ് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക് നമുക്ക് ഗവേണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യ ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 2020 to 2024. കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈ പറഞ്ഞ ആംസ് ഇറക്കുമതി ചെയ്ത ഇമ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. ദ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRI സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോൾ 2024 റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് മുമ്പത്തെ ഒരു 4 ഇയർ ടൈമിലും, അതായത് 2015 തൊട്ട് 2019 വരെയുള്ള ടേമിലും ഇന്ത്യ തന്നെയായിരുന്നു ലോകത്തിൽ ഈ പറഞ്ഞ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ആംസ് ഇമ്പോർട്ടൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് തീർച്ചയായിട്ടും ഇവിടെ നിന്നാണ് ഇന്ത്യ പ്രധാനമായിട്ടും ആംസ് ഈ പറഞ്ഞ ഇറക്കുമതി ചെയ്യുന്നത്. ആ പോയിന്റ് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് അറിയേക്കാം. ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻസിനകത്ത് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്ടീവിൽ നമുക്കത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, സോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഗവേണൻസിന്റെയും അതുപോലെ എക്കണോമിക്സിന്റെയും അതുപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻ പെർസ്പെക്ടീവിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. മൂന്നാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. അതായത് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത ഒരു ഗ്ലോബൽ ഇന്നോവേഷൻ റിപ്പോർട്ടിനകത്ത്, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിപ്പോർട്ടിനകത്ത് ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നും പേറ്റന്റ് ഫയലിംഗിന്റെ അളവ്, പേറ്റൻസ് ഈ പറഞ്ഞ നമ്മുടെ കണ്ടുപിടുത്തത്തിനൊക്കെ തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് പേറ്റൻസ്. അപ്പൊ ആ പേറ്റൻസ് ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടുള്ള പേറ്റൻസിന്റെ ഈ പറഞ്ഞ പോലെ ഫയലിംഗിന്റെ അളവ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഫോർത്ത് ടോപ്പിക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അതും എക്കണോമിക്സ് റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ്. പിന്നെ ഇന്ന് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന, നമ്മുടെ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ട്, സ്റ്റാഗ്നേഷൻ ഇൻ ദ റിയൽ വേജസ് ഓഫ് എംപ്ലോയീസ് എന്നാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് യൂഷ്വലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ വരാറുള്ളതാണ്. എസ്പെഷ്യലി പറഞ്ഞ മൺഡേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അധികം എക്കണോമിക്സ് ന്യൂസ് കാണാറില്ല. ബിക്കോസ് സൺഡേ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ടാണ് മൺഡേയിൽ ഈ പറഞ്ഞ നമുക്ക് അധികം വരാത്തത്. അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ട്യൂസ്ഡേയിൽ പൊതുവിൽ ഈ പറഞ്ഞ ഇത്തരത്തിൽ ഒരുപാടധികം എക്കണോമിക്സ് റിലേറ്റഡ് വാർത്തകൾ നമുക്ക് പൊതുവിൽ വരാറുണ്ട്. പിന്നെ ഓരോ ആർട്ടിക്കിൾസ് നമുക്ക് വിശദമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞ് പഠിക്കാവുന്നതാണ്. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ മോഡൽ MCQ സോൾവ് ചെയ്തിരിക്കുന്ന സെഷൻ മൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ സെബി മുൾസ് റെജിക് ഓഫ് ഷോർട്ട് സെല്ലിംഗ് റെഗുലേഷൻസ് ടു കവർ ഓൾ സ്റ്റോക്സ് എന്നാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ റെജിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീകൺസിഡർ ചെയ്യാന്നൊക്കെ പറയുമല്ലോ, റീകൺസിഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻസ് വരുത്തുക, ഇങ്ങനെയുള്ള കുറച്ച് മീനിങ് ആണ് ഈ റെജിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെബി ഈ പറഞ്ഞ പോലെ ഷോർട്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ റെഗുലേഷൻസിനകത്ത് ഒരു റിഫോർമേഷൻസ് കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ എന്താണ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എങ്കിലേ ഉള്ളൂ എന്താണ് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പോപ്പുലർ ആണല്ലോ ഇപ്പൊ ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള രീതി എന്താ ചോദിച്ചാൽ, ഇപ്പൊ എന്തെങ്കിലും ആയിട്ട് ഒരു കമ്പനി എയുടെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കമ്പനി എയുടെ സ്റ്റോക്ക് നമ്മൾ ഇന്ന് വാങ്ങിച്ചു വെക്കുമെന്ന് വിചാരിക്കാം. ഇന്ന് പൊതുവിൽ ആളുകൾ വാങ്ങാനുള്ള കാരണം ഇന്ന് നിലവിൽ ആ കമ്പനിയുടെ ഷെയറിന്റെ വില ആരും ലോ ആയിരിക്കും. അപ്പം ടുഡേ പ്രൈസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പൊ ലോ പ്രൈസ് നിൽക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഷെയറുകൾ ഈ പറഞ്ഞ പോലെ വാങ്ങിച്ചു കൂട്ടും, ഷെയറുകൾ ഈ പറഞ്ഞ പോലെ വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് ഈ പറഞ്ഞ പിന്നീട് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രൈസ്, ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വില കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഷെയർ നമ്മൾ സെൽ ചെയ്യും. ഇതാണ് പൊതുവിൽ നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത്. ബൈയിങ് അറ്റ് എ ഷോർട്ടർ പ്രൈസ് ആൻഡ് സെല്ലിംഗ് അറ്റ് എ ഹയർ പ്രൈസ്. ഇതാണ് പൊതുവിൽ നടക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നോർമലി ചെയ്യുന്ന എന്താ, ആദ്യം നമ്മൾ ഷെയറുകൾ ബൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ കുറച്ച് നാൾ കയ്യിൽ കീപ്പപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഷെയറുകൾ വിറ്റു, വലിയ പൈസ നമ്മൾ വിൽക്കുന്നു. ഇതാണ് നോർമലി നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്, ഇന്ന് നമ്മളെ ചെറിയ തുകയ്ക്ക് വാങ്ങിച്ച ഷെയറുകൾ കുറച്ചാൾ കഴിയുമ്പോഴേക്കും അത് കമ്പനിയൊക്കെ ഗ്രോത്ത് ആയി പറഞ്ഞ പോലെ വലിയ തുകയ്ക്ക് ഈ പറഞ്ഞ നമ്മൾ വിൽക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മളോട് നടത്തുന്നത്. പക്ഷേ ഷോർട്ട് സെല്ലിംഗിൽ നമ്മൾ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഷെയറുകളുടെ പ്രൈസ് കുറയുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത്
നമ്മളിവിടെ ആദ്യം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലേ, എങ്ങനെ നമ്മൾ വാങ്ങാതെ ഒരു സാധനം വിൽക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഷോർട്ട് സെല്ലിന്റെ പ്രത്യേകതയും. നമ്മൾ ആക്ച്വലി അവിടെ ഒരു ബ്രോക്കറേജ്, നമ്മൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ബ്രോക്കർ കമ്പനീസിലൊക്കെ വെച്ചിട്ടാണല്ലോ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ ബ്രോക്കറേജസിൽ നിന്നും നമ്മൾ ഷെയറുകൾ കടം മേടിക്കുകയാണ് ചെയ്യുന്നത്. കടം മേടിച്ചിട്ട് നമ്മളത് വിൽക്കുന്നു. അപ്പൊ അതായത് ഒറിജിനലി നമ്മുടെ അല്ല സാധനം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വിൽക്കുന്നു. അപ്പോൾ ഷോർട്ട് സെല്ലിംഗിൽ ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത്, സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. മറ്റേ മറ്റേ പർട്ടിക്കുലർ പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്നിട്ട് അന്ന് ദിവസം വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് തിരികെ ബൈബാക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ബൈബാക്ക് ചെയ്യുന്ന രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത്. അപ്പൊ ആദ്യം ഇവിടെ സെല്ലിങ്ങും പിന്നീടാണ് ബൈയിങ്ങും നടക്കുന്നത്. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും, നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ബൈയിങ്ങും അതിനുശേഷമാണ് സെല്ലിങ്ങും ചെയ്യുന്നത്. പക്ഷേ ഷോർട്ട് സെല്ലിങ്ങിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെല്ല് ചെയ്തിട്ട് ആ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, ബൈബാക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു പ്രൈസിനേക്കാളും ചെറിയ തുകയ്ക്കായിരിക്കും ബൈബാക്ക് ചെയ്യുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി, ഈ കമ്പനി എയുടെ തന്നെ ഷെയർ നമ്മൾ ആദ്യം വിൽക്കുന്നത് 20 രൂപയ്ക്ക് വിചാരിച്ചു. ഒരു ഷെയർ 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ നമ്മൾ 20 രൂപ ഈ പറഞ്ഞ പോലെ വിറ്റു, 20 രൂപയ്ക്ക് അത് വിറ്റു എന്ന് വിചാരിക്കാം. നേരെ തിരിച്ച് ഈ പറഞ്ഞ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അതിനേക്കാൾ കുറഞ്ഞ തുകയാണ്. ഇപ്പൊ 15 രൂപയ്ക്കാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 5 രൂപ നമ്മളിവിടെ ലാഭം ഉണ്ടാക്കി. ബിക്കോസ് 20 രൂപ വിറ്റ് നമ്മൾ 20 രൂപ വെച്ചിട്ട് ആ ഒരു ഷെയർ, ഇപ്പം 20 രൂപയുടെ ഒരു ഷെയറിന് 20 രൂപ എന്ന് വിചാരിച്ചു, നമ്മൾ 5 ഷെയർ വിറ്റു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് 100 രൂപ കയറുമെന്ന് വിചാരിക്കാം. 100 രൂപ അക്കൗണ്ടിലേക്ക് കയറും. വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ആ വിറ്റ 5 ഷെയർ ഈ പറഞ്ഞ പോലെ തിരികെ മേടിക്കണം. തിരികെ മേടിക്കാൻ നേരം നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണ്ടേ. അപ്പൊ 15 രൂപയാണ് നേരം നിൽക്കുന്നെങ്കിൽ 15 ഇൻറ്റു 5 75 രൂപ. 75 രൂപ മുടക്കി നമ്മൾ ആ ഷെയർ മേടിച്ചു. രാവിലെ നമ്മുടെ അക്കൗണ്ടിൽ 100 രൂപ കയറിയായിരുന്നു. വൈകുന്നേരം നമ്മൾ 75 രൂപ അങ്ങോട്ട് തിരികെ കൊടുക്കണം. പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ മിച്ചം ഉണ്ടാവും, 25 രൂപ. ഇതാണ് നമ്മുടെ ലാഭമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഷോർട്ട് സെല്ലിംഗിലെ പ്രോഫിറ്റ്. ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞു, രാവിലെ വാങ്ങിച്ചു വൈകുന്നേരത്തിനുള്ളിൽ മടക്കി, രാവിലെ വിറ്റു വൈകുന്നേരത്തിനുള്ളിൽ മടക്കി വാങ്ങിയിരുന്നു. ഇതിനാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയും. ഇൻട്രാഡേ ട്രേഡ് എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ഒരു ദിവസത്തിനകത്ത് തന്നെ നടക്കും ഇൻട്രാഡേ സെറ്റിൽമെന്റ് എന്നൊക്കെ പറയുന്ന ടേം ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നോർമലി നമ്മൾ ഈ ഫസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നമ്മൾ കയ്യിൽ കുറെ നാൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമൊക്കെയാണ് നോർമൽ വിൽക്കാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇൻട്രാഡേ ഒരു ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെറ്റിൽമെന്റ് പറയുന്ന പേരാണ് T+0 സെറ്റിൽമെന്റ്. എന്താണ് T+0 സെറ്റിൽമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇടപാട് നടക്കുന്നു അന്ന് തന്നെ അക്കൗണ്ടിൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ എന്താണോ ഷെയറുകൾ ക്രെഡിറ്റ് ആകുന്നതിന് പറയുന്ന പേരാണ് T+0 സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അതായത് സെയിം ഡേ സെറ്റിൽമെന്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമുക്ക് T+0 പോലെ തന്നെ T+1 ഉണ്ട്. അപ്പം T+0 ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് T+1 എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. നമ്മൾ സെറ്റിൽമെന്റ് ഇന്ന് നടന്നു കഴിഞ്ഞാൽ നാളെ ആയിരിക്കും അതിന്റെ പൂർണ്ണമായ രീതിയിലുള്ള അക്കൗണ്ടുകളെല്ലാം നടക്കുന്നത്. ഐ മീൻ പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെയറുകൾ ആയിക്കോട്ടെ എല്ലാം ക്രെഡിറ്റ് ആകുന്ന നാളെ ആയിരിക്കും. ട്രാൻസാക്ഷൻ ഇന്ന് നടന്നു, നാളെയാണ് അതിന്റെ സെറ്റിൽമെന്റ് എല്ലാം നടക്കുന്നതെങ്കിൽ അതിന് പറയുന്നവരാണ് T+1 സെറ്റിൽമെന്റ്. അങ്ങനെ T+2 ഉണ്ട്. അപ്പൊ എന്തായിരിക്കും, നെക്സ്റ്റ് ഡേ ആയിരിക്കും. പറഞ്ഞ ഇന്ന് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞായിരിക്കും അതിന്റെ സെറ്റിൽമെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആകുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ T+2 ഒക്കെ ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലും നടത്തിക്കൊണ്ടിരിക്കും. കാരണം ടെക്നോളജി ഒക്കെ അത്രത്തോളം ലാഗ്ഡ് ആയിരുന്നല്ലോ. പിന്നീട് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന മിക്ക കേസുകളും T+0, മിക്ക സെറ്റിൽമെന്റ്സ് T+0 ആണ്. ബട്ട് T+1 ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ നിലവിലെ സെബി പറഞ്ഞ ഇന്ത്യയിൽ നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഷോർട്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ബാൻഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഷോർട്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ബാൻഡ് അല്ല, ഇന്ത്യയിൽ അലൗഡ് ആണ്. ബട്ട് ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ്. സർട്ടൻ റെസ്ട്രിക്ഷൻസിനോട് കൂടിയാണ് നിലവിൽ ഇന്ത്യയിലെ ഷോർട്ട് സെല്ലിംഗ് എന്നുള്ള പ്രക്രിയ നടക്കാനായിട്ട് സെബി അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഷോർട്ട് സെല്ലിംഗിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്ന് പറഞ്ഞാൽ, നിലവിൽ ആസ് ഓഫ് നൗ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. നിലവിൽ ചില റെസ്ട്രിക്ഷൻസോട് കൂടിയാണ് നിലവിൽ ഇന്ത്യയിലെ ഷോർട്ട് സെല്ലിംഗ് നടക്കുന്നത്. ആ റെസ്ട്രിക്ഷൻസിൽ ഒന്നാണ്, നിലവിൽ നമ്മൾ ഷോർട്ട് സെല്ലിംഗ് നടക്കണമെങ്കിൽ ആ ഒരു ഷെയറുകളൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന T+0 സെറ്റിൽമെന്റിലൂടെ ആയിരിക്കണം. T+0 മാത്രമേ നിലവിൽ ഇപ്പൊ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലെ പ്രക്രിയ പ്രകാരം T+1 ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് T+1 ചെയ്യുന്ന സെറ്റിൽമെന്റ്സ് ആണ് പ്രധാനമായിട്ട് ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റ്സ് T+1 സെറ്റിൽമെന്റിൽ നടക്കുന്നവയാണ്. അപ്പൊ നിലവിൽ നമുക്ക് ഈ ട്രേഡ് ടു ട്രേഡ് സെറ്റിൽമെന്റ്സിൽ ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ സെബി പറഞ്ഞ പോലെ പരിശോധിച്ചത് മാറ്റാനായിട്ട് പോകുന്നത്. സെബി മുൾസ് റെജിഗ് ഓഫ് ഷോർട്ട് സെല്ലിംഗ് റെഗുലേഷൻ ടു കവർ ഓൾ സ്റ്റോക്സ് ഉണ്ടോ, എല്ലാ സ്റ്റോക്കുകളിലേക്കും ഈവൻ ഇൻക്ലൂഡിംഗ് ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റിലേക്കുള്ള സ്റ്റോക്കുകളിലേക്കും ഇനി മുതൽ ഷോർട്ട് സെല്ലിംഗ് അനുവദിക്കാനായിട്ട് സെബി പോകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് ചോദ്യമായിട്ടും അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇതിനകത്ത് T+0 എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. T+1 ക്ലിയർ ആയില്ലേ. T+1 നടക്കുന്നതാണ് ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റിൽ നടക്കുന്ന സെല്ലിംഗ് ആൻഡ് ബൈങ് T+1 പൊതുവെ നടക്കുന്നത്. ഇനി അവയും കൂടെ നമുക്ക് T+0 ആക്കേണ്ടി വരും. അതങ്ങനെ വന്നു കഴിയുമ്പോൾ അവയിലും നിലവിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഷോർട്ട് സെല്ലിംഗ് നടത്താനായിട്ടും സാധിക്കും. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം എന്താണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കാൻ പാകമായിട്ടുണ്ട് എന്താണ് ഷോർട്ട് സെല്ലിംഗിൽ മാറ്റം വരുന്നുള്ള കാര്യം കേട്ടോ. പ്രധാനമായിട്ട് ഓർക്കണം, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നതിന്റെ റിവേഴ്സ് ആണ്. നോർമലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ബൈ ചെയ്യുന്നു, പിന്നെയാണ് സെല്ല് ചെയ്യുന്നത്. ഷോർട്ട് സെല്ലിംഗിൽ ആദ്യം നമ്മൾ സെല്ല് ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാഡേ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. T+0 സെറ്റിൽമെന്റ് ആണെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ.
ലാസ്റ്റ് ചെയ്തില്ല ട്രേഡർ യൂഷ്വലി ഡസ് നോട്ട് ഓൺ സെക്യൂരിറ്റീസ്. അവിടെ ഈ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആദ്യം വിൽക്കുന്നത് നമ്മൾ ഒറിജിനലി ഓൺ ചെയ്യുന്നില്ല, നമ്മൾ ബോറോ ചെയ്യും. അവിടെ ബ്രോക്കറേജിൽ നിന്നും ബോറോ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ബട്ട് മിയർലി ബോറോവേഴ്സ്, ഓക്കെ, ബോറോവേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യമാണ് കൃത്യമായിട്ടും ഷോർട്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ. ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് ഇമ്പോർട്ടർ ആഫ്റ്റർ ഉക്രൈൻ ഇൻ 2020-24 സീസ് സിപ്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻലി ഈ ഒരു ഗ്രാഫ് ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രിലിംസിന് ചോദ്യം ഇങ്ങനെ ചോദിക്കാം: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, അങ്ങനെ ഒരു ചോദ്യം ഞാൻ ലാസ്റ്റ് പ്രിലിംസ് മോഡൽ MCQ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം, അതിന്റെ ഒരു ചോദ്യം കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ആംസ് ഈ 2020-24 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആംസ് ഇറക്കുമതി ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഉക്രൈനാണ്. ബിക്കോസ് കാര്യം നമുക്കറിയാം, റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കാലഘട്ടം വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഈ കാലയളവിൽ ഉക്രൈൻ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇതിന് മുമ്പത്തെ ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് 2015-19 വെച്ചിട്ടാണ്. ഇവിടെ ഈ ബ്രൗൺ കളർ സൂചിപ്പിക്കുന്ന 2015-19 കാലഘട്ടത്തിലെയും ബ്ലൂ കളർ സൂചിപ്പിക്കുന്ന 2020-29 കാലഘട്ടം, 2020-24 കാലഘട്ടത്തിലെയും. 2015-19 തുടങ്ങി ഇങ്ങോട്ടേക്ക് ഒരു 10 വർഷത്തെ കണക്ക് 2020-24 വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോഴേക്കും ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ആംസിന്റെ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. പണ്ടത് 9.1% ആയിരുന്നത് ഇപ്പോൾ അത് 8.3% കുറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡ് സ്പോട്ടിൽ നിലവിൽ നിൽക്കുന്ന ഖത്തറാണ്. ഖത്തർ ഈ പറഞ്ഞ പോലെ 6.8% ഈ പറഞ്ഞ പോലെ അവര് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന സൗദി അറേബ്യ, ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന പാകിസ്ഥാൻ എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ കാര്യത്തിൽ 2015-19 കമ്പയർ ചെയ്യുമ്പോൾ 2020-24 ആംസ് ഇറക്കുമതി, ആയുധ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഒരു സൂചനയും കൂടെ നമുക്ക് നൽകുന്നുണ്ട്. ബിക്കോസ് ആ കാലഘട്ടത്തിലേക്കാളും കുറച്ചുകൂടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും അതിനകത്ത് ഒരു പോസിറ്റീവ് സൂചനയല്ലേ. കാരണം പണ്ട് കാലങ്ങൾ 2015-19 കാലഘട്ടത്തിൽ ഇവിടെ ചിലപ്പോൾ നിർമ്മിക്കുന്നത് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെക്കുറെ ഈ പറഞ്ഞ വിദേശ ഇറക്കുമതി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ തദ്ദേശീയപരമായിട്ട് ഇൻഡിജിനസ്ലി ഒരുപാട് ആയുധങ്ങൾ, എസ്പെഷ്യലി എയർക്രാഫ്റ്റുകളായാലും, മീൻസ് എയർഫോഴ്സുകൾക്ക് വേണ്ടുന്ന എയർക്രാഫ്റ്റുകളായാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാങ്കുകളായാലും, ടാങ്കറുകളും അല്ലെങ്കിൽ മിസൈലുകൾ, ഇതൊക്കെ ഒരുപാടൊക്കെ നമ്മൾ ഇവിടെ ഇൻഡിജിനസ്ലി നമ്മൾ ഇവിടെ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ആകാൻ നമുക്ക് കുറേയൊക്കെ ഈ പറഞ്ഞ ഇറക്കുമതി കുറയ്ക്കാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്ത്യ വാസ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് ഇമ്പോർട്ടർ ഇൻ 2024 വിത്ത് 8.3% ഷെയർ ഓഫ് ഗ്ലോബൽ ഇമ്പോർട്ട്സ്. ഗ്ലോബൽ ഇമ്പോർട്ട്സിന് 8.3% ഇന്ത്യയാണ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നത് ഈ ഒരു ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഇറക്കുമതി ചെയ്യുന്ന റീജിയൻ മാറിയിട്ടുണ്ട്. ഇന്ത്യ ഷിഫ്റ്റിംഗ് ഇറ്റ്സ് ആംസ് സപ്ലൈ റിലേഷൻ ടുവേർഡ്സ് വെസ്റ്റേൺ സപ്ലൈസിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോട്ടബിളി ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും US നിന്നുമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ ഓർക്കണം. കാരണം അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. പക്ഷേ ഇതേ കാലഘട്ടത്തിലും ഇന്ത്യയും റഷ്യയും ഇടയിലുള്ള ബന്ധം വഷളായിട്ടൊന്നുമില്ല. ഇന്ത്യയും റഷ്യയും സ്റ്റിൽ ഈ പറഞ്ഞ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആയുധങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്ന് വെച്ചാൽ ഫ്രാൻസിൽ നിന്നുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഫ്രാൻസിന്റെ ആയുധ കയറ്റുമതിയുടെ ഏകദേശം 28%, 28% ഈ പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഫ്രാൻസിനാണ്. ഫ്രാൻസ് കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഖത്തറിലേക്കും പിന്നെ അതുപോലെ ഗ്രീസിലേക്കുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതേ സ്ഥാനത്ത് രണ്ടാമത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ കയറ്റുമതിയിൽ ഏകദേശം 34% കയറ്റുമതി അവർ ഇന്ത്യയിലേക്കാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. US-ന്റെ ആയുധ കയറ്റുമതിയിൽ 13%, ഫിലിപ്പൈൻസിന്റെ കയറ്റുമതിയിൽ 8% ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്കുണ്ട്. എന്നാൽ റഷ്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 38% ഇൻഡിവിജ്വലി റഷ്യ കയറ്റുമതി ചെയ്യുന്നതിൽ 38% എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഇന്ത്യയിലേക്കാണെന്നുള്ള കാര്യം ഓർക്കാം. അതേ സ്ഥാനത്ത് റഷ്യ അവരുടെ കയറ്റുമതിയുടെ 17% മാത്രമേ ആയുധങ്ങൾ ചൈനയ്ക്ക് കൊടുക്കുന്നുള്ളൂ. 11% കസാഖിസ്ഥാനിലേക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു റീജിയൻ ഷിഫ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്ത് ഫ്രാൻസിൽ നിന്നുമായിരുന്നുള്ള കാര്യം വരുത്തുക, നോട്ട് ഫ്രം റഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് സ്റ്റേറ്റ്മെന്റ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക സിപ്രി അഥവാ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ് അറിയിരിക്കണം. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ യുഎന്നിന്റെ കീഴിലൊന്നും അല്ല പ്രവർത്തിക്കുന്ന. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെഡിക്കേറ്റഡ് ടു റിസർച്ച് ഇൻ കോൺഫ്ലിക്ട് ആർമമെന്റ്സ്, ആംസ് കൺട്രോൾ ആൻഡ് ഡിസർമമെന്റ് ആണ്. എസ്റ്റാബ്ലിഷ് 1966 ഇൻ സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ ഓപ്പൺ സോഴ്സസ് ടു പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ്, മീഡിയ ആൻഡ് ഇൻഡസ്ട്രി പബ്ലിക് എല്ലാം തന്നെ ഓപ്പൺ സോഴ്സിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സിപ്രി അഥവാ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ
പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കേണ്ടത്. ദെൻ മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ, പേറ്റന്റ് ആപ്ലിക്കേഷൻസ് ഫ്രം ഇന്ത്യ മോർ ദാൻ ഡബിൾഡ് ഇൻ എ ഡെക്കേഡ് സേസ് വിപ്പോ. വിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പം വിപ്പോയുടെ ഈ പറഞ്ഞ റിപ്പോർട്ടാണ് ഈ ഒരു ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. അപ്പൊ അത് പ്രിലിംസിന് നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ഏത് അതോറിറ്റി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഥവാ വിപ്പോ ആണെന്നുള്ള കാര്യം മറക്കാതെ ഓർക്കുക. അപ്പൊ 2024 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രകാരമാണ് സൗത്ത് ഏഷ്യൻ, സെൻട്രൽ ആൻഡ് സൗത്തേൺ ഏഷ്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള രാജ്യമാരാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഇന്ത്യയുടെ റാങ്കിങ് ഈ കാലഘട്ടത്തിൽ 39-ആയിരുന്നു ഇന്ത്യയുടെ റാങ്കിങ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു ടൈമിൽ ഏകദേശം കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവ് 2014 തൊട്ടുള്ള റിപ്പോർട്ട് തൊട്ടിട്ട് 2024 വരെ നമ്മൾ എത്തി നിൽക്കുമ്പോഴേക്കും ഇന്ത്യയിലെ പേറ്റന്റ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം 2.5 ഫോൾഡ്സ് വളർന്നിട്ടുണ്ട്. 2.5 ഫോൾഡ്സ് വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഏകദേശം രണ്ട് മടങ്ങിൽ കൂടുതൽ. പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ 10 എണ്ണമാണ് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ നമ്മൾ 30-ന് മുകളിൽ ഫയൽ ചെയ്യാം. ഇപ്പൊ 2 മടങ്ങോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇവിടെ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ പേറ്റന്റ് എന്ന് പറയുന്ന ഇന്നോവേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പണ്ട് ഇത്രയും ചെയ്യാതിരുന്നപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നോവേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്ക ടെക്നോളജീസ് നമ്മൾ എവിടെ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്, വിദേശത്ത് നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് പൈസ നഷ്ടമാകുന്നതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്ത്യക്ക് കൂടുതൽ നെഗറ്റീവ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാക്കുന്ന ഘടകങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം വളർന്നു. ബിസിനസ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കൽ എക്കോസിസ്റ്റം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വളർന്നു. റിസർച്ച് എക്കോസിസ്റ്റം ഇന്ത്യയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നു. അതുകൊണ്ടിട്ടാണ് ഒരുപാട് റിസർച്ച് പേറ്റന്റുകൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു രാജ്യത്തെ ടെക്നിക്കൽ ഡെവലപ്മെന്റിനെ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു രാജ്യം വളരുന്നതിനേക്കുള്ള സൂചനകളാണ് ഇത്തരത്തിലുള്ള കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത്, ഇന്ത്യയാണല്ലോ എയിം ചെയ്യുന്നത് 2047 ആകുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറണം എന്നുള്ളതാണ്. ആ ഡെവലപ്ഡ് ആയിട്ട് മാറണമെങ്കിൽ ഇൻഡിജിനസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ 2047 നമ്മൾ സ്റ്റിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്മെന്റിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു പാത്ത് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ ആണിത്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് വിപ്പോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വിപ്പോ ആണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ റിലയബിൾ ടൂൾ ഫോർ ഗവൺമെന്റ്സ് അക്രോസ് ദ വേൾഡ് ടു അസസ് ഇന്നോവേഷൻ ലെഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ഇൻ ദ റെസ്പെക്റ്റീവ് കൺട്രീസ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഓരോ രാജ്യങ്ങൾക്കും ഉള്ള ഒരു എന്താ പറയുക ഒരു പാത്ത് ഫൈൻഡർ ആണ്. അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സെൽഫ് റിയലൈസേഷൻ ആണ്. എത്രത്തോളം അവരുടെ രാജ്യത്തെ ഇന്നോവേഷൻസും സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് മാറുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു സെൽഫ് ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ ടൂളും കൂടിയാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദെൻ ഇന്ത്യയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 2024 റിപ്പോർട്ടിനകത്ത് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 39th റാങ്ക് ആണ്. റൈസിംഗ് ഗ്ലോബൽ ലീഡർ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് ഇൻ പേറ്റന്റ്സിലും ട്രേഡ് മാർക്സിലും ഇൻഡസ്ട്രിയൽ ഡിസൈൻസിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഫയലിംഗ്സ് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇന്നോവേഷൻ ഫ്രണ്ട്ലി എക്കോസിസ്റ്റവും ഗവൺമെന്റ് പോളിസീസിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ, പ്രിലിംസിന്റെ ഒരു ആർട്ടിക്കിളായിട്ട് ഇതിന് പരിഗണിച്ചതാണ്. ഓക്കെ, then moving on to our fourth article, led by tech, venture capital landscapes rebounds in 2024 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ പണ്ട് 2023 $9.6 ബില്യൺ ഉണ്ടായിരുന്നു. അത് 43% വർദ്ധിച്ച് 13.7 ബില്യൺ ആയിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഏകദേശം 1.4 ടൈംസിന്റെ വർധന അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരിക്കും പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കുറിച്ചാണ്. ബിക്കോസ് അതായിരിക്കും നമുക്ക് പ്രിലിംസിന് കൂടുതലായിട്ടും ആവശ്യമായിട്ട് മാറുന്നത്. സോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയാം. വെഞ്ചർ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റീസെന്റ് നിങ്ങൾ ബഡ്ജറ്റിനകത്ത് കേട്ട് കാണുമായിരിക്കും, നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് നിലവിൽ ഇന്ത്യയിലെ ടാക്സ് ഉണ്ടായിരുന്നു, ഏഞ്ചൽ ടാക്സ്. ആ ഏഞ്ചൽ ടാക്സ് റീസെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത്, കേന്ദ്ര ബഡ്ജറ്റിനകത്ത് ഏഞ്ചൽ ടാക്സ് നമ്മൾ അബോളിഷ് ചെയ്ത് കളയുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വർദ്ധിക്കാനായിട്ടാണ്. ബിക്കോസ് സ്റ്റാർട്ടപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എംപ്ലോയേഴ്സ് ആണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേർക്ക് തൊഴിലുകൾ കൊടുക്കാൻ കഴിവുള്ള ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. ബിക്കോസ് ഇന്ത്യക്ക് കൂടുതലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന മേഖല കൂടെ നമുക്ക് ആവശ്യമാണ്. എങ്കിലേ ഉള്ളൂ നമ്മുടെ തൊഴിലില്ലായ്മ അഥവാ അൺഎംപ്ലോയ്മെന്റ് കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലയെ കുറച്ചുകൂടെ ഒന്ന് ശക്തി പ്രാപിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇൻസെന്റീവ്സ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ മേൽ ടാക്സ് ചെയ്യുന്നതൊക്കെ തന്നെ മാറ്റി അബോളിഷ് ചെയ്ത് കളഞ്ഞു. ഏഞ്ചൽ ടാക്സുകളൊക്കെ അബോളിഷ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് അങ്ങനെ അബോളിഷ് ചെയ്ത് കളയുമ്പോഴേക്കും കുറേയും കൂടെ വരുമാനം അല്ലെങ്കിൽ കുറേയും കൂടെ ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങോട്ടേക്ക് എത്താൻ ചാൻസ് ഉണ്ട്, ഈ ഒരു സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് ക്യാപിറ്റലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ്, മറ്റൊരു വിഭാഗം ക്യാപിറ്റലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. പക്ഷേ രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് രണ്ടുപേരും ഞാൻ ഉദ്ദേശിക്കുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. രണ്ടിനും കൂടെ കമ്പയർ ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആവശ്യം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൂടി ആവശ്യം വന്നേക്കാം. ബിക്കോസ് കമ്പാരിസൺ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതിൽ ഈ പറഞ്ഞ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ദെൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ.
രണ്ടുപേരും ഈ പറഞ്ഞ ഫണ്ട് കൊടുക്കുന്ന ആർക്കാണ്? നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്കാണ്. സ്റ്റാർട്ടപ്സിന്റെ ഫണ്ടിങ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതിലും ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഇനീഷ്യൽ ഫേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഇനീഷ്യൽ ഫേസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും അവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ബിസിനസ് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ബിസിനസ്, ഒരു പ്രൊഡക്റ്റിന്റെ ഐഡിയ, ഇന്നൊരു പ്രൊഡക്റ്റ് അത് നല്ലതായിരിക്കും, നല്ലൊരു ഐഡിയ, അവർക്ക് ഒരു ഐഡിയ ആയിരിക്കും ബേസിക്കലി അവർക്ക് ഉണ്ടാവുക. അവർക്ക് പ്രധാനമായിട്ടും ആ ഒരു ഐഡിയ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പൈസ അത്രത്തോളം ഫണ്ട് അവരുടെ കയ്യിൽ കാണത്തില്ലായിരിക്കും. അതുകൊണ്ടിട്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല ബിസിനസ് ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അത് പലപ്പോഴും ബിഗ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിരുന്നു രത്തൻ ടാറ്റ. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബിസിനസ് ഐഡിയാസ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ അദ്ദേഹം തീർച്ചയായിട്ടും സഹായിക്കാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുമായിരുന്നു, ആ ബിസിനസ് ഐഡിയ സഹായിക്കുമായിരുന്നു. ആ ബിസിനസ് ഐഡിയയെ വെച്ചിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ടാറ്റ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനികളിൽ ഇവർക്ക് ഫർദർ ഓൺ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അതായത് ഇവർക്ക് ഫണ്ട് ഇല്ല എന്നുള്ളതാണുള്ള പ്രധാന പ്രശ്നം ഈ സ്റ്റാർട്ടപ്പുകൾക്ക്. അത് ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ആ ഐഡിയ ഫർദർ ഓൺ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു, ആ സ്റ്റാർട്ടപ്പ് കമ്പനികൾ കൊടുക്കുമായിരുന്നു. അപ്പൊ ആ ഐഡിയ വെച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ ഫർദർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ടാറ്റ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ ആ സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ പ്രൊഡക്റ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആ പേര് പോലെ തന്നെയാണ്, അവര് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായി സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നു. അമിതമായിട്ട് ഇവർ പലിശ ചോദിക്കത്തുമില്ല. ഐ മീൻ ഇൻവെസ്റ്റ് ചെയ്തതിന് അമിതമായിട്ട് ഈ പറഞ്ഞ ഇൻട്രസ്റ്റുകളോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയറോ അങ്ങനെയൊന്നും പലപ്പോഴും ചോദിക്കാറില്ല. ചിലപ്പോൾ ചോദിച്ചാൽ പോലും ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള ചെറിയ തുകകളായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ പലിശയായിട്ട് പലപ്പോഴും ഇവര് ചോദിക്കാറുള്ളൂ. ഓക്കെ. പിന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവിൽ ഈ പറഞ്ഞ പോലെ പലിശയായിട്ട് മേടിക്കുന്ന പകരം ആ കമ്പനിയുടെ ചെറിയൊരു ഷെയർ അക്വയർ ചെയ്ത് ഇടുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ബിക്കോസ് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കമ്പനികളാണല്ലോ, അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഷെയറുകളൊക്കെ വാങ്ങിച്ചിടാറുണ്ട്. ഇനി ഓർത്തിരിക്കണം, ഒരു സ്റ്റാർട്ടപ്പിന്റെ ഇനീഷ്യൽ ഫേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പൊതുവിൽ ഇനീഷ്യലി ആയിരിക്കും ഇതിൽ വരുന്നത്, അവർ ഫർദർ ഓൺ സ്റ്റേജിലായിരിക്കും വരുന്നത്. അത് വൺസ് അത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഐഡിയ ഡെവലപ്പ് ചെയ്തു, പ്രൊഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഫർദർ ഓൺ ആ പ്രൊഡക്റ്റുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട്, അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞ കോട്ടയം, ഇവിടെ കേരളത്തിൽ ഒരു കോട്ടയത്ത് ഈ പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിചാരിക്കാം. അവർക്ക് ആ ഒരു ഐഡിയ ഉണ്ട്, അവർക്ക് ഈ പറഞ്ഞ ആ സ്റ്റാർട്ടപ്പ് കമ്പനി ഐഡിയ ഉണ്ട്, അവർ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അവരുടെ തന്നെ ഫണ്ട് വെച്ച് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. പക്ഷേ അവർക്ക് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ ആ ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള ഫണ്ട് അവർക്കില്ല. അങ്ങനെ അവരുടെ പ്രൊഡക്റ്റിന്റെ ഈ പറഞ്ഞ റീച്ച് വർദ്ധിപ്പിക്കാനായിട്ട് തന്നെ ഫർദർ ഓൺ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചൽ ക്യാപിറ്റലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസം എന്താ ചോദിച്ചാൽ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നു, ഇവർ ഫർദർ ഓൺ സ്റ്റേജസിലായിരിക്കും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരിക. പിന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ പുറത്ത് ഒരുപാട് അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ഉദാഹരണം പറയുവാണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ പലിശ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്ക് തുല്യമായിട്ട് വലിയൊരു ഷെയർ ഈ പറഞ്ഞ പോലെ കമ്പനിയിൽ അക്വയർ ചെയ്തെടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാറില്ല, അവർ ചെറിയൊരു ഷെയർ മാത്രമേ പലപ്പോഴും ഏറ്റെടുക്കാറുള്ളൂ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഭൂരിഭാഗം ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് ഷെയറുകൾ ഈ പറഞ്ഞ കമ്പനിയിൽ എടുക്കാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ഇൻ റിട്ടേൺ ഫോർ ദെയർ ഫണ്ട് ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി ആയിട്ട്, ഷെയറുകളായിട്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിലെ നല്ലൊരു ഷെയർ ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇയർലി സ്റ്റേജ് എന്ന് പറയാം, പക്ഷേ ഞാൻ ഫർദർ ഓൺ സ്റ്റേജ് എന്ന് പറഞ്ഞ് കമ്പയർ ടു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരിക. അതുകൊണ്ടാണ് അവർ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്ന രീതിയിൽ ഈ രണ്ടെണ്ണം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയും നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്ന രീതിയിലാണ് പറയാറുള്ളത്. ഓക്കെ, അത്രയാണ് പ്രധാനമായിട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും. ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. Then moving on to last topic, income levels of salaried class have stagnated in recent years എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് നമ്മുടെ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ DNA ഡിസ്കസ് ചെയ്ത പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 3 സെക്ഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3 സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 ചാർട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചാർട്ട് 1ഉം ചാർട്ട് 2ഉം അതുപോലെ ചാർട്ട് 3ഉം. ഓക്കെ, ഓരോന്നും ഓരോ മേഖലയെ കുറിച്ചുള്ള ചാർട്ടാണ്. ചാർട്ട് 1 എന്ന് പറയുന്നത് റെഗുലർ വേജസ് അല്ലെങ്കിൽ സാലറിഡ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ലെവലിനെ സൂചിപ്പിക്കുന്ന ചാർട്ടാണ്. റെഗുലർ സാലറി എംപ്ലോയീസിനെ കുറിച്ചുള്ള ഇൻകം ചാർട്ടാണ്. സെക്കൻഡ് ചാർട്ട് സൂചിപ്പിക്കുന്ന ഈ പറഞ്ഞ രീതിയിൽ കാഷ്വൽ ലേബേഴ്സ്, ഡെയിലി വേജസ്, കാഷ്വൽ ലേബേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ടാണ്, അവരുടെ ഇൻകം ലെവലിലെ ചാർട്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ ഓണ്ടർപ്രണേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ ഇൻകംസിന്റെ ചാർട്ടാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെ നമുക്ക് ഓരോന്ന് വെച്ച് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ റെഗുലർ സാലറി എംപ്ലോയീസ്, അതിലേക്ക് കടക്കുന്ന മുമ്പ് റിയൽ വേജസ് എന്താണെന്നുള്ളത് ഇതിന് മുമ്പത്തെ ഒരു ദിവസം ഞാൻ DNA പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, എന്നിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. റിയൽ വേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്നാണ് നമുക്ക് കിട്ടിയ വേജസ് അതിൽ നിന്നും ഇൻഫ്ലേഷൻ കമ്പോണന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. ഉദാഹരണം ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എടുക്കുവാണ്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കിട്ടിയ വരുമാനം 100 രൂപ എന്ന് വിചാരിക്കുക. കറന്റ് ഇന്നത്തെ ഒരു ദിവസം എക്കണോമിയിൽ 10 രൂപയുടെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ കറന്റ് ഇന്ന് ശരിക്കും നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 90 രൂപയുള്ളൂ. നമുക്ക് ആക്ച്വലി വൈകുന്നേരം കയ്യിൽ 100 രൂപ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ കറന്റ് എക്കണോമിയിൽ 10 രൂപയുടെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ റിയൽ വേജ് എന്ന് പറയുന്നത് 90 രൂപയാണ്. അപ്പൊ റിയൽ വേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻകത്തിന് പറയുന്നതാണ് നോമിനൽ ഇൻകം അല്ലെങ്കിൽ നോമിനൽ വേജ് എന്ന് പറയുന്നത്. നോമിനൽ ഇൻകം ഓർ നോമിനൽ വേജ് അഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷൻ വിൽ ഗീവ്സ് യു റിയൽ വേജസ് അല്ലെങ്കിൽ റിയൽ ഇൻകം എന്ന് പറയുന്ന കമ്പോണന്റ്. അത് എന്താണെങ്കിലും നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ എക്കണോമിൽ നമ്മൾ റിയൽ GDP പഠിക്കാറുണ്ടല്ലോ. റിയൽ GDP എന്ന് പറഞ്ഞാൽ നോമിനൽ GDP അഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷനെയാണ്. അല്ലെങ്കിൽ പൊതുവെ ബാങ്കുകളൊക്കെ നമുക്ക് തരാനുള്ള പലിശ എന്ന് പറയാം, FD ക്ക് നമ്മൾ പലിശ തരുമല്ലോ. ആ പലിശ എന്ന് പറയുന്ന റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, പകരം അത് എന്ത് തന്നെയാണ്, അത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും ബാങ്കുകൾ ഓഫർ ചെയ്യുന്നത്. ആ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് മാർക്കറ്റിലെ പലിശ, മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന സാധനത്തിന്റെ പേരാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാങ്ക് ഓഫർ ചെയ്യുന്ന FD യുടെ പലിശ 8% വിചാരിച്ചു ഒരു വർഷത്തേക്ക്. ആ ഒരു വർഷ കാലയളവിൽ ഇന്ത്യയിൽ 6% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ 8-6% പോയിട്ടുള്ള 2% ആക്ച്വലി ആ FD യിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ റിയൽ എന്ന് പറയുന്ന കമ്പോണന്റ് എക്കണോമിക്സിൽ മിക്കവാറും തന്നെ നോമിനൽ കമ്പോണന്റിനോട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത കമ്പോണന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന റിയൽ വേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിയൽ വേജസ് എന്ന് പറയുന്നത് നോമിനൽ വേജസ് അഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ഒരു ചാർട്ട് 1 ആണ് ഞാൻ ആദ്യം പരിശോധിക്കുന്നത്. ഈ ചാർട്ട് 1 2019 തൊട്ടുള്ള ഡേറ്റയാണ്. 2019 തൊട്ട് 2024 ജൂൺ വരെയാണ്. അപ്പൊ 2019 ജൂണിലും എന്തായിരുന്നു ഒരു സാലറിയുടെ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ആവറേജ് ഇൻകം, അതിനോട് അടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 കിട്ടുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാടെ 2019 13,018 രൂപ ആവറേജ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 13,129, ഒരു 100 രൂപയുടെ വ്യത്യാസമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് ഓവർ ദ പീരീഡ് ഓഫ് 5 ഇയേഴ്സ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇവിടെ റിയൽ വേജസിനകത്ത് ഇൻക്രീസ് വരുത്തിയിരിക്കുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു 100 റുപ്പീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ സാഹചര്യത്തിൽ ഇതിനോട് എത്രയോ അളവിൽ കൂടുതൽ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കയറിപ്പോയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് 2019 അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വലിയ വ്യത്യാസം വരാത്തത്. ബിക്കോസ് അന്നും ഇന്ന് ഇവിടെ ആളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം പറയുവാണെങ്കിൽ ഒരേ ഇൻകം ആണ്. ഇൻകം കൂടിയാലേ ഉള്ളൂ, നമ്മുടെ കയ്യിലുള്ള ഇൻകം കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ബെറ്റർ ആവുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വ്യത്യാസം വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ റിയൽ വേജസിൽ വ്യത്യാസം വന്നിട്ടില്ല. റിയൽ വേജസിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതിനനുസരിച്ച് ഇംപ്രൂവ് ആകത്തുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എടുത്ത് പറയുന്നത് ഒന്ന് GST യുടെ ഇംപ്ലിമെന്റേഷനും അതേപോലെ തന്നെ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ 2017 കാലഘട്ടത്തിൽ 2016 കാലഘട്ടത്തിൽ നടന്ന ഡിമോണിറ്റൈസേഷൻ 2017 കാലഘട്ടത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത GST, ഇത് രണ്ടും വലിയ കൂടുതൽ ഇമ്പാക്ട് സാലറി എംപ്ലോയീസിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മീൻസ് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആർട്ടിക്കൽ ഓതറിന്റെ ഒരു ഡാറ്റ പോയിന്റ് ആയിട്ട് ഈ പറഞ്ഞ പറയുന്ന ഒരു അഭിപ്രായമായിട്ട് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് പ്രധാനമായിട്ടും. ഇത് ഓർത്തിരിക്കണം, നമ്മൾ റിയൽ വേജസ് വർദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വ്യത്യാസം വരാത്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നേക്കും. ഓക്കെ, അത് അർബൻ ഏരിയയിലെ പറഞ്ഞിരിക്കുന്ന ആവറേജ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. റൂറൽ ഏരിയയിലെ 8,000 രൂപയാണ് ഇപ്പൊ റൂറൽ ഏരിയ ആ ഒരു പോയിന്റ് എടുക്കുന്നത്. ആവറേജ് പറയുമ്പോഴേക്കും 11,000 ആ റേഞ്ചിലേക്ക് നിൽക്കുന്നു. അർബൻ ഏരിയസിന്റെ കാര്യത്തിലാണ് 13,000 ആ റേഞ്ചിലേക്ക് നിൽക്കുന്നത്. എനിവേ എല്ലായിടത്തും എടുത്ത് നോക്കിയാലും ആ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് ഇൻകം ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് കാഷ്വൽ ലേബേഴ്സിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. കാഷ്വൽ ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ 2019 കാലഘട്ടത്തിൽ ഞാൻ ആവറേജ് അർബൻ ഏരിയ വെച്ച് ആവറേജ് പറയുകയാണെങ്കിൽ അർബൻ ഏരിയ വെച്ച് ആവറേജ് 244 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 277 രൂപയായി. അതൊരു ചെറിയ നോർമൽ വർധനവ് നമുക്ക് ഗ്രാഫിലാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്ന് വരുമാനം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാഷ്വൽ ലേബേഴ്സിനെ വെച്ചാൽ ഇന്ന് വരുമാനം ഉണ്ടാവും, നാളെ പക്ഷെ വരുമാനം ഉണ്ടാവണം നമുക്ക് നിർബന്ധമില്ല. ഇതുകൊണ്ടിട്ടാണ് നമ്മൾ ജിഗ് എക്കണോമി, ഇവിടെ ബേസിക്കലി ഒരു ജിഗ് എക്കണോമി വർക്കേഴ്സാണ്. ജിഗ് എക്കണോമി വർക്കേഴ്സിൽ നമുക്ക് ഈ പറഞ്ഞ താരതമ്യേന ജോബ് സെക്യൂരിറ്റി ഇല്ല. ഇന്ന് ജോലി ഉണ്ടാവും, നാളെ ഉണ്ടാവണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇവർക്ക് പറയുവാണെങ്കിൽ വേജസ് കിട്ടുന്നുണ്ട്, കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നാളത്തെ അവസ്ഥ എന്താവും നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അപ്പൊ അത് ഹൈലി റിലയബിൾ അല്ല എന്നുള്ളതാണ് നിലവിൽ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇനി തേർഡ് സൂചിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ ആവറേജ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണ്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളിലും വ്യത്യാസം അധികം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് എംപ്ലോയ് നോക്കി 2019 കാലത്ത് 10,946 ഉണ്ടായിരുന്നു, ഇപ്പം 10,968. ചെറിയൊരു നോർമൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളിലും ആ വ്യത്യാസം അധികം കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കൂടുതലായിട്ടും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടണം. സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്, കൂടുതൽ വരുമാനം ഉണ്ടെങ്കിലേ ഉള്ളൂ, കയ്യിൽ മിച്ചം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫർദർ ഓൺ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നിപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഫേസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇത്രത്തോളം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് പുതിയ തൊഴിലുകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ
ഇൻഫ്ലേഷൻ നല്ല എമൗണ്ട് ഉണ്ട്. ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ താരതമ്യേന നമുക്ക് കയ്യിൽ മിച്ചമായിട്ട് റിമൈനിങ്സ് അധികമായിട്ട് കിട്ടുന്നില്ല. ആ റിമൈനിങ്സ് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ്, ബാലൻസ് ഒന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഫർദർ ലോൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് അധികം കമ്പനികൾ ചെയ്യുന്നില്ലാത്ത കാരണം തന്നെ അവർക്ക് അധികം എംപ്ലോയീസിന് ആവശ്യമില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്താലേ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫർദർ ഓൺ ചെയ്യാൻ ആവശ്യമില്ല. അത് ഈ ഉള്ള എംപ്ലോയീസിന് കൂടുതൽ വരുമാനം കൂട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് കമ്പനിയിൽ നിന്ന് ഒരുപാട് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് കാരണം. പിന്നെ അടുത്തൊരു പ്രശ്നമാണ്, നമുക്ക് എഡ്യൂക്കേഷൻ ഇപ്പൊ നല്ല രീതിയിലുണ്ട്. ഇപ്പം അത്യാവശ്യം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ കയറി കയറി വരുന്നുണ്ട്. പക്ഷേ എംപ്ലോയ്മെന്റ് ഫർദർ അതിനനുസരിച്ച് കയറി വരാത്ത കാരണം തന്നെ ആളുകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ തുല്യമായിട്ടുള്ള ജോലിയല്ല പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ അവർക്ക് കിട്ടേണ്ടുന്ന വരുമാനം അത് പൊതുവിൽ കിട്ടുന്നില്ല. ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്കിൽ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മുടെ നല്ല കമ്പനികളിൽ അവരെ സ്കിൽ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതൊരു പോയിന്റ് തന്നെയാണ്, ബിക്കോസ് ഇൻകം ഇല്ലാത്ത കാരണം. പിന്നെ നമ്മുടെ വർക്കേഴ്സിനാണെങ്കിൽ ഈ പറഞ്ഞ സ്കിൽ അപ്ഡേഷൻസ് ഇല്ലാത്ത കാരണം നല്ലൊരു തൊഴിലവസരം പുറത്താണെങ്കിൽ അവർക്ക് കിട്ടാനായിട്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പറഞ്ഞ വേജസിൽ വ്യത്യാസം വരാത്തതും അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നതും അവരുടെ ലീവിംഗ് കണ്ടീഷൻ ഒക്കെ തന്നെ വലിയ വ്യത്യാസം ഇല്ലാതെ, ഐ മീൻ ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ കടന്നു പോകുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ഒരു രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ആർട്ടിക്കിളിനകത്ത് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ഇല്ലാതെ, അല്ലെങ്കിൽ എക്കണോമിയിൽ ആളുകളുടെ വരുമാനം സ്റ്റാഗ്നന്റ് ആയിട്ട് എന്ന് കഴിഞ്ഞാൽ ആളുകൾ എക്സ്പെൻഡിച്ചർ അധികം അനുസരിച്ച് ചെയ്യത്തില്ല. ആളുകൾ എക്സ്പെൻഡിച്ചേഴ്സ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്പനികൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് പോസിറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആളുകൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ചെയ്യണം. അവരുടെ എക്സ്പെൻഡിച്ചർ കൂടു കഴിഞ്ഞാൽ കമ്പനികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കമ്പനികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യേണ്ടി വരും. എംപ്ലോയ്മെന്റ് അതനുസരിച്ച് വർദ്ധിക്കും. എംപ്ലോയ്മെന്റ് വർദ്ധിച്ചെങ്കിൽ വീണ്ടും ആളുകളുടെ ഈ പറഞ്ഞ ഇൻകം കൂടത്തുള്ളൂ. അങ്ങനെ ഇൻകം കൂടുമ്പോൾ വീണ്ടും ആളുകൾ എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ കൂട്ടും. വീണ്ടും അത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. പിന്നെ കൂടുതൽ എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ ഇൻകം വീണ്ടും വർദ്ധിക്കും. ഇങ്ങനെ ഒരു പോസിറ്റീവ് ഗ്രോത്ത് വരും. ഈ പോസിറ്റീവ് ഗ്രോത്തിന്റെ പേരാണ് വെർച്വസ് ഗ്രോത്ത് സൈക്കിൾ. വെർച്വസ് ഗ്രോത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇന്ത്യയിലെ എക്കണോമിയിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാഗ്നന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം വരുമാനത്തിൽ വ്യത്യാസം വരുന്നില്ല. ഇതിനെ മറികടക്കാനായിട്ടാണ് ഒരു പരിധി വരെ പറയുവാണെങ്കിൽ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തത്? ഇൻകം ടാക്സിന്റെ സ്ലാബ് വ്യത്യാസപ്പെടുത്തി. നിലവിൽ നമ്മൾ 7 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്ന ആളുകൾ ആയിരുന്നു ഈ പറഞ്ഞ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളുകൾ, ഐ മീൻ ടാക്സ് റിബേറ്റ് ചെയ്തിട്ടുമായിരുന്നു. നിലവിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും 12 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് ഈ പറഞ്ഞ റിബേറ്റബിൾ ആണ്. അപ്പോൾ 12 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് റിബേറ്റബിൾ ആക്കി മാറ്റുമ്പോഴേക്കും ആളുകളുടെ കയ്യിലെ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കും. ബിക്കോസ് ഇനി അവർക്ക് അങ്ങനെ ടാക്സ് അടയ്ക്കണ്ടല്ലോ. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കും. നേരത്തെ 12 ലക്ഷം രൂപ ഏൺ ചെയ്ത ഒരാൾ 80,000 രൂപ ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കുമായിരുന്നു. പോയിട്ട് ഈ പറഞ്ഞ 11,20,000 രൂപ ആൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. നിലവിൽ ഈ 80,000 രൂപയുടെ ആളുടെ കയ്യിൽ നിങ്ങളും, കാരണം ടാക്സ് കൊടുക്കേണ്ട. ടോട്ടൽ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം 12 ലക്ഷം രൂപയുടെ നിൽക്കും. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു കഴിഞ്ഞാൽ കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടും, വീണ്ടും എംപ്ലോയ്മെന്റ് വർദ്ധിക്കും, ഇൻകം ആളുകൾ ഇൻകം കൂടും, വീണ്ടും എക്സ്പെൻഡിച്ചർ കൂട്ടും. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് അഥവാ വെർച്വസ് ഗ്രോത്ത് സൈക്കിൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും പെട്ടെന്ന് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് 2047 ആകുമ്പോഴേക്കും മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്തും ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കാം. ലാസ്റ്റ് നമ്മുടെ ചോദ്യമാണ് നമ്മൾ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. ലേറ്റസ്റ്റ് ഈ പറഞ്ഞ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRI പബ്ലിഷ് ചെയ്ത 2024 report ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്ത രാജ്യമാണ്. ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ആംസ് ഡ്യൂറിംഗ് ഈ പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ABC 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കറക്റ്റ് ഉത്തരം നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.